രാഹുൽ മാങ്കൂട്ടത്തിലെ 2 സ്റ്റാഫുകളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർ ആൽവിനെയും സ്റ്റാഫ് ഫസലിനെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. രാഹുലിന് പാലക്കാട് നിന്നും രക്ഷപ്പെടാൻ സഹായമൊരുക്കിയത് ഇരുവരുമാണ്. ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ, പേഴ്സണൽ സ്റ്റാഫ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് SIT സംഘം ഡ്രൈവർ ആൽവിനെയും ഫസലിനെയും കസ്റ്റഡിയിലെടുത്തത്. ഇതിലൊരാളാണ് നടിയുടെ കാർ ഓടിച്ചത്. ഇവരിൽ നിന്നും വിശദമായ മൊഴി അന്വേഷണ സംഘം എടുക്കും. യാത്രയുടെ വിവരങ്ങൾ, ഏതൊക്കെ വഴിയിലൂടെയാണ് രാഹുൽ മുങ്ങിയത് തുടങ്ങിയ കാര്യങ്ങൾ ശേഖരിക്കും. അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ DYFI പാലക്കാട് ആഹ്ലാദ പ്രകടനം നടത്തി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. അതായത് കോടതി വിധി ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും, ഇനി രാഹുലാൽ ഇരകളായപ്പെട്ട മുഴുവൻ സ്ത്രീകൾക്കും നിയമപോരാട്ടത്തിന് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വിധിയാണ്. അതുകൊണ്ട് തന്നെ കേരളം എല്ലാ കാലത്തും സ്ത്രീകൾക്കൊപ്പം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിധിയെ DYFI സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെതിരെ ഇനിയും കൂടുതൽ പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പരാതിയുമായി നിയമപോരാട്ടത്തിന് ഇറങ്ങുന്നു. അതിനുള്ള ഒരു സൂചകമായിട്ടുള്ള ഈ കോടതി വിധിയെ ഞങ്ങളെല്ലാവരും കേരളക്കാരെ ആകെ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം മധുരവിലാഹാരവും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഉത്തരമില്ലാതായി പാലക്കാട്ടെ കോൺഗ്രസ്. MLA സ്ഥാനം രാജിവെക്കണമോ എന്ന് രാഹുലാണ് തീരുമാനിക്കേണ്ടതെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കൂടുതൽ അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.